अथ श्री महाभारत कथा। अथ श्री महाभारत कथा। महाभारत कथा। महाभारत कथा। कथा है पुरुषार्थ की, स्वार्थ की, परमार्थ की, सार्थ की, जिसकी बनी श्री कृष्ण भारत पार्थ की। शब्द दिग्घोषित हुआ जब सत्य साधक सर्वथा। शब्द दिग्घोषित हुआ यदा यदा हि धर्मस्य ग्लानिर्भवति भारत, अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम्, परित्राणाय साधूनां, विनाशाय च दुष्कृतां, धर्म संस्थापनार्थाय संभवामि युगे युगे। ശ്രീ മഹാഗണപതേ നമഃ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേൽ. നമോസ്തുതേ വ്യാസ വിശാലബുദ്ധേ ഭുല്ലാരവിന്ദായതപത്രനേത്രാം യേന ത്വയാ ഭാരതതൈലപൂർണ്ണപ്രജ്വാലിതോ ജ്ഞാനമയ പ്രതിഭ. ഏവർക്കും നമസ്കാരം. രാജസഞ്ജയ വിജയം എന്ന വിഷയമാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. കല്യാണത്തിനു നമ്മെ വരുത്തിക്കാലത്തൊരു പുല്ലോളം ബഹുമാനിയാതെ പാഞ്ചാല നൃപൻ വിപ്രനു കന്യാരത്നം കൊടുത്തിരുന്നതാകിൽ എന്ന് രാജാക്കന്മാരൊക്കെ കോപ്പ് കൂട്ടാണ്. കല്യാണത്തിന് നമ്മയൊക്കെ വിളിച്ച് നമ്മളെ അപമാനിക്കണ്ടേ നമ്മുടെ ക്ഷത്രിയന്മാര് മഹാരാജാക്കന്മാരൊക്കെ. എന്നിട്ടൊരു ബ്രാഹ്മണന് കൊടുത്തിരിക്കുന്നു. എന്താ നമുക്ക് ചെയ്യേണ്ടത്? നമുക്ക് പ്രതികരിക്കണ്ടേ എന്നായി. ഈ വിപ്രനെ അങ്ങോട്ട് കൊന്നാലോ? അയ്യോ, ബ്രാഹ്മണരെ കൊല്ലാൻ പാടില്ല, അത് വലിയ ദോഷം ചെയ്യും എന്നായി. ജരാസന്ധൻ മുതലായിട്ടുള്ള ഒരു വലിയ ബ്രാഹ്മണ ഭക്തന്മാരും കൂടിയാണ്. എന്നാൽ ഈ പാഞ്ചാലിനെയും ധൃഷ്ടദ്യുമ്നനെയും കൊല്ലാം നമുക്ക്. നമ്മളെങ്ങനെ അപമാനിച്ചില്ലേ? എന്നാ വരും, ബ്രാഹ്മണരെ കൊല്ലൊന്നും വേണ്ട. നമ്മുടെ വൈഭവം മുഴുവൻ ബ്രാഹ്മണരെ പുരോഹിതന്മാരായിട്ടും ഒക്കെ ബ്രാഹ്മണരിലെ നമുക്ക് ഉള്ള എല്ലാ ശ്രേയസ്സുകളും വരുത്തുന്നത്. അവരെ ബ്രാഹ്മണര് യുദ്ധം സാധാരണ ചെയ്യാറില്ലല്ലോ. അപ്പൊ അവരെ വധിക്കാവുന്ന വലിയ ബ്രഹ്മഹത്യാദോഷം ഉണ്ടാവും. അപ്പൊ അവരെ ദ്രോഹിക്കൊന്നും വേണ്ട, അവരെ വെറുതെ വിട്ടേക്കും. ഇതിന് കാരണക്കാരനായ പാഞ്ചാലിനെയും ധൃഷ്ടദ്യുമ്നനെയും ഒന്ന് വക വരുത്തിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞ് പുറപ്പെട്ടപ്പോ പാഞ്ചാലൻ വേഗം എന്താ ചെയ്യുന്നത് ചെല്ലേണ്ടേ. ഈ ബ്രാഹ്മണരോടനെ പറഞ്ഞു. ഭീമൻ പൊണ്ണബ്രാഹ്മണൻ എന്നാണ് ചാക്യാരുടെ ഭാഷയിൽ. പൊണ്ണബ്രാഹ്മണൻ പറഞ്ഞു, പേടിക്കണ്ട, സമാധാനിച്ചിരിക്കും, അങ്ങ് ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ യുധിഷ്ഠിരനെ നോക്കി. ഇനി ഇവിടെ യുദ്ധവും ബഹളമൊക്കെയാണ്. ഇനി ഞങ്ങൾ 5 പേരും കൂടി യുദ്ധം ചെയ്യണം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ മനസ്സിലാക്കും. അപ്പം അത് വേണ്ട എന്നിട്ട് നകുല സഹദേവന്മാരോട് ഒരു ആംഗ്യം കാണിച്ചു. നമുക്ക് 3 ആൾക്കും പോവാം എന്നുള്ള മട്ടില് യുധിഷ്ഠിരൻ നകുല സഹദേവന്മാരെയും കൂട്ടി അവിടുന്ന് രംഗം വിട്ടു. പാഞ്ചാലിങ്ങനെ അർജുനന്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഈ സുന്ദരബ്രാഹ്മണൻ എന്നാണ് ചാക്യാരുടെ ഭാഷയിൽ. പൊണ്ണബ്രാഹ്മണനും സുന്ദരബ്രാഹ്മണനും ഒറ്റയ്ക്കായി ഇവിടെ. അങ്ങനെ ഈ രാജാക്കന്മാരൊക്കെ കോപ്പും കുട്ടി വാളും അമ്പും വില്ലൊക്കെ ഉയർത്തി അങ്ങനെ വന്നപ്പോ ഭീമൻ അങ്ങനെ അടുത്ത് നോക്കിയപ്പോ ഒരു മരം കാണുന്നുണ്ട്. അതങ്ങോട്ട് എടുത്ത് പിഴുതു. അതോടുകൂടി തന്നെ ക്ഷത്രിയന്മാർ പലരും പിന്നാക്കായി.
ഇതങ്ങനെ കാണുന്നുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനും ബലരാമനും കൂടി. അപ്പൊ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, ഏട്ടാ സമാധാനം ഇല്ല, ഇപ്പൊ നമ്മുടെ അച്ചോളി ജീവിച്ചിരിപ്പുണ്ട്, അരക്കില്ലത്തിൽ മരിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പായി. രഹസ്യമായിട്ട് പറയുന്നു, ഇതാ അത് ഭീമനാണെന്നാണ് എൻ്റെ പക്ഷം. അതുപോലെ വേറെ ആർക്കാ അങ്ങനെ ഈ ലക്ഷ്യം ഭേദിച്ച് ആ കിളിയെ വീഴ്ത്താൻ പറ്റുക? അർജുനന് മാത്രമേ പറ്റുള്ളൂ, അത്രയും അത് അർജുനൻ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ബലരാമനും സമാധാനം. അപ്പോഴേക്കും ബ്രാഹ്മണർ ഞങ്ങളുണ്ട്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ഊക്ക് വന്നു. അവര് ക്ഷത്രിയന്മാരെ എതിർക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും പുറപ്പെട്ടപ്പോൾ അവരെ പിന്നാലെ ഞങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊടയുടെ കാല്, മെതിയടി, ഉത്തരീയം, കിണ്ടി ഇതൊക്കെ അങ്ങനെ കയ്യിലെടുത്തിട്ട് ലഹളവിട്ട എന്നൊക്കെ പറഞ്ഞ് ഉത്സാഹിക്കാൻ തുടങ്ങി. അർജുനൻ അത് കണ്ട് ചിരിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങളൊന്നും വേണ്ട, നിങ്ങൾ ഗ്രൗണ്ട് സപ്പോർട്ട് ചെയ്താൽ മതി, നിങ്ങളിവിടെ ഒതുങ്ങി നിന്നോളൂ, ഉത്തരീയൊക്കെ പിടിച്ചങ്ങനെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കർണൻ എതിർത്തു, കർണനായിട്ട് അർജുനൻ എതിർത്തു. കർണന് അറിയില്ല ആരാന്ന്. അങ്ങനെ ആ സുന്ദരബ്രാഹ്മണന്റെ അസ്ത്രവേഗം കണ്ടപ്പോൾ കർണൻ മോഹിച്ചു പോയി എന്നാണ് പറഞ്ഞത്. കർണൻ വിചാരിച്ചു, അയ്യോ ഇത്രയും എൻ്റെ ഗതിവേഗം, കയ്യൂക്കിൻ്റെ അതിനേക്കാൾ വേഗത്തിലുള്ളത് ഇപ്പം ആരാണ്? സാക്ഷാൽ എൻ്റെ ഗുരുനാഥൻ പരശുരാമൻ തന്നെ വേഷം മാറി എന്താണോ പേടിച്ചു ആദ്യം. ബ്രാഹ്മണന് വലിയ ഭക്തിയാണ് പരശുരാമന്. അപ്പം അത് കാരണം ഞാൻ യുദ്ധം ചെയ്യുന്നില്ല. അങ്ങ് ആരാണ്? എൻ്റെ വേഗം ഒപ്പുള്ളത് സാക്ഷാൽ എൻ്റെ ഗുരുനാഥൻ പരശുരാമൻ, അല്ലെങ്കിൽ ദേവേന്ദ്രൻ, ശ്രീകൃഷ്ണൻ, ഇവരൊക്കെയാണ്. ശ്രീകൃഷ്ണൻ എന്താ അപ്പം അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇവർക്കൊക്കെ മാത്രമേ ഉള്ളൂ എൻ്റെ ഈ വേഗത്തിനോട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. അങ്ങ് ആരാണ്? അങ്ങ് എന്നെ പരീക്ഷിക്കാമെന്ന വല്ല ബ്രാഹ്മണരാണോ എന്ന് പറഞ്ഞ് കർണൻ അവിടുന്ന് പതുക്കെ പിന്മാറുണ്ടായി. ശല്യരും ഭീമനുമായി യുദ്ധം. ശല്യർക്ക് മുഷ്ടിയുദ്ധം കേമാണ്, ഗദായുദ്ധമായിരുന്നു. ഗദായുദ്ധത്തിനൊന്നു ഈ പിഴുത മരം കൊണ്ട് അടിച്ച് ഗദയൊക്കെ പൊട്ടിച്ചു ഭീമൻ. എന്നിട്ട് രണ്ടുപേരും മുഷ്ടിയുദ്ധമായി. കുറേ നേരം ഭീമനടുത്ത് കുറേ കാലമായി മുഷ്ടിയുദ്ധം ചെയ്തില്ല. അങ്ങനെ യുദ്ധം ചെയ്ത് ശല്യരെ കൊന്നില്ല എന്ന് മാത്രം തോൽപ്പിച്ചു. ഇത് രണ്ടും കണ്ടപ്പോഴേക്കും രാജാക്കന്മാരൊക്കെ എന്താ വേണ്ടതെന്ന് ശരിയാണ്ട് ഭയന്നു. അപ്പോഴേക്കും ശ്രീകൃഷ്ണൻ അവിടെ ചെന്ന്, മൂലത്തിലുള്ളൂ കേട്ടോ ഇത്, ശ്രീകൃഷ്ണൻ അവരെയൊക്കെ ചെന്ന്, ഇത് ബ്രാഹ്മണരോട് എതിർക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു. ബ്രാഹ്മണർക്ക് വേദം ബലമാണ്. സകല ലോകവും ജയിക്കാൻ വേദം മതി. വിശ്വാമിത്രൻ തോറ്റില്ലേ വസിഷ്ഠനോട്? നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ കുറച്ചു കാലം മുമ്പേ? അതുപോലെ പരശുരാമൻ ബ്രാഹ്മണനാണ്. 21 വട്ടം രാജാക്കന്മാരെ വന്നില്ലേ? കൃപര്, ദ്രോണര് ഒക്കെ ബ്രാഹ്മണരാണ്. നല്ല യുദ്ധം ചെയ്യുന്ന ആൾക്കാരല്ലേ. ബ്രാഹ്മണരോട് തോറ്റു വെച്ചിട്ട് ഒന്നും വിഷമിക്കൊന്നും വേണ്ട. അവര് വേദം ബലമായിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് എന്താ ചെയ്യാൻ പറ്റാത്തത് എന്നെല്ലാം രാജാക്കന്മാർ കൂടി സംസാരിച്ചു. അപ്പോഴേക്കും ശ്രീകൃഷ്ണൻ പറയും, അവരെ വേണം എന്നുള്ള മട്ടിൽ മടക്കുകയും ചെയ്തു. നമ്മൾ ഇതൊന്നും വിഷമിക്കൊന്നും വേണ്ട, ബ്രാഹ്മണരോട് തോറ്റു വെച്ചിട്ട് ഒരു തോൽവിയായിട്ടൊന്നും കണക്കൂട്ടണ്ട, നിങ്ങളെല്ലാവരും പോയിക്കോളൂ എന്നുള്ള മട്ടിൽ ഭഗവാൻ പറയും കൂടിയും ചെയ്തപ്പോൾ രാജാക്കന്മാരൊക്കെ സ്വനിലയങ്ങളിലേക്ക് എങ്ങനെ മടങ്ങി. പാഞ്ചാലി ആകട്ടെ, പാഞ്ചാലി ആ യുദ്ധം കണ്ടു നിൽക്കുകയാണ്. 2-ാം ഊഴത്തിലൊക്കെ പറഞ്ഞ പോലെ പാഞ്ചാലിക്ക് യുദ്ധം വലിയ ഇഷ്ടമാണ് അത്രേ. അങ്ങനെ ഇതിൽ നേരിട്ടൊന്നും പറയണില്ലെങ്കിലും യുദ്ധം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മതി മറക്കുന്നതാണ് പറയുന്നത്. ആ യുദ്ധം കണ്ടതോടുകൂടി പാഞ്ചാലി ഇങ്ങനെ മതി മറന്ന് അവിടെ നിന്നു. അതോടുകൂടി അർജുനന്റെ അടുത്തേക്ക് ചാരി നിൽക്കുകയും ചെയ്തു. ഇനി എന്താ, യുദ്ധമൊക്കെ കഴിഞ്ഞു, ഇനി ഇവരെയൊക്കെ ഓടിച്ചു ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകണ്ടേ എന്ന് പറഞ്ഞ് തിരിച്ചു പോവാ, നമുക്ക് പോവാന്നുള്ള മട്ടിൽ ഏട്ടനൊക്കെ പോയി, നമുക്ക് തിരിച്ചു പോവാന്ന് പറഞ്ഞ് അങ്ങനെ അവരെല്ലാവരും പോയ സമയത്ത് വിജയത്തോടും ദ്രുപദാത്മജയോടും കൂടി വിജയവർഗോദര വീരന്മാർ നടകൊണ്ടാർ. അവര് നമുക്ക് വീട്ടിൽ പോവാന്ന് പറഞ്ഞു. ഒപ്പം പാഞ്ചാലിയും അർജുനന്റെ പിന്നാലെ അങ്ങനെ നടന്നു എന്നാണ് ഈ ഭാഗത്തിൽ പറയുന്നത്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.